2026 കേരള രാഷ്ട്രീയത്തിൽ വലിയ സംഭവ വികാസങ്ങൾ നടക്കാൻ പോകും. ഒന്ന്, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. മറ്റൊന്ന്, UDF അധികാരത്തിൽ വരും. മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ BJP എത്രത്തോളം സീറ്റുകൾ പിടിക്കും, എത്രത്തോളം സ്പേസ് അവരുണ്ടാക്കും. ഇത് കൂടാതെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, രണ്ട് മുന്നണികളിൽ, പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ, NDA മുന്നണിയും കൂടി ഉണ്ട്, പക്ഷേ LDFനെയും UDFിലേക്കും നോക്കുക. ഈ മുന്നണികളിൽ ധാരാളം ഘടകകക്ഷികളുണ്ട്, ചെറു ഘടകകക്ഷികൾ. ഈ തൃശ്ശൂർ പൂരത്തിന് ചെറുപൂരങ്ങൾ വരുമെന്ന് പറയുമല്ലോ, പല ക്ഷേത്രങ്ങളിൽ ചെറുപൂരങ്ങൾ വന്നു ചേരും. പക്ഷെ ആ ചെറുപൂരങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഇതുപോലെയാണ് ഇവിടെയും LDFിലും ചെറു ഘടകകക്ഷികളുണ്ട്, UDFിലും ചെറു ഘടകകക്ഷികളുണ്ട്. ഇപ്പോൾ നമ്മൾ LDFിലേക്ക് തന്നെ നോക്കിയ LDFിലെ ഒരു പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് CPMന് തൊട്ടുതാഴെ നിൽക്കുന്നതാണ് CPI. പിന്നീട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം, പിന്നീട് വരുന്നതൊക്കെ തന്നെ ചെറു ഘടകകക്ഷികൾ തന്നെയാണെന്ന് പറയാം. ഇപ്പൊ NCP, കോൺഗ്രസ് എസ്, അതുപോലെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ്, RSP ലെനിനിസ്റ്റ് കോവൂർ കുഞ്ഞുമോന്, പിന്നെ INL, ഇതിത്രയുമാണ്. ഈ പ്രധാന ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ CPIയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമാണ്. ബാക്കി എല്ലാവരെയും നമുക്ക്, അത് കേരള കോൺഗ്രസ് ബിയും ഉണ്ട്, ബാലകൃഷ്ണപിള്ള, നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയായിട്ടുള്ളത്. അതുപോലെ തന്നെ UDFിലേക്ക് നമ്മൾ വന്നാൽ അതിലെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് കോൺഗ്രസ്. അതിന് തൊട്ടു പിന്നാലെ നിൽക്കുന്നത് ലീഗ്. അത് ലീഗ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നട്ടെല്ലാണ്, UDFിന്റെ നട്ടെല്ലാണ് കോൺഗ്രസ്. ലീഗ് കോൺഗ്രസിന്റെ ഉറച്ച ഒന്ന് തന്നെയാണ് ലീഗ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ഇപ്പൊ 2 സീറ്റേ ഉള്ളൂ. കൂടാതെ RSP, പിന്നീട് മറ്റൊന്നാണ്, ഇപ്പോൾ MLA-മാരൊന്നും ഇല്ലെങ്കിൽ പോലും CMB ഒരു പ്രധാന അവിഭാജ്യ ഘടകം തന്നെയാണ്. അതിനകത്ത് അംഗസംഖ്യ നേതാക്കന്മാരുടെ കുറവാണ്. CP ജോൺ ആണ് CMB എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ CP ജോണിനെയോ CMBയോ UDFിനും അകറ്റി നിർത്താൻ സാധിക്കത്തില്ല. ഇനിയിപ്പോ നോക്കിക്കോണേ, LDFില് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ചെറു ഘടകകക്ഷികളെ NCPക്ക് ഇപ്പൊ 2 സീറ്റാണുള്ളത്. ഒന്ന് കുട്ടനാട്ടിലും മറ്റൊന്ന് എലത്തൂരിലുമാണ്, കോഴിക്കോട്. ഇതിലെ കുട്ടനാട്ടിൽ തോമസ് കെ തോമസും എലത്തൂരിലെ നമ്മുടെ ഇദ്ദേഹവുമാണ്, ശശീന്ദ്രനുമാണ്. ശശീന്ദ്രൻ അടുത്ത തവണ എന്തായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കത്തില്ല, തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കും. കുട്ടനാട്ടിലെ തോമസ് കെ തോമസ്, ഇതൊക്കെ ഈ NCPക്കൊന്നും വലിയ പ്രവർത്തകർ ഈ പറയുന്ന രീതിയിൽ ഇല്ല, മണ്ഡലങ്ങളിലൊന്നും ഇല്ല. അതൊരു പാർട്ടിയുമായിട്ട് ഇങ്ങനെ പോകുന്നു, കുറച്ചു പേരൊക്കെ ഉണ്ട്, അല്ലാതെ അവരുടെ വോട്ട് കൊണ്ട് മാത്രമാണോ? ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിച്ചെടുക്കാൻ, ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിച്ചെടുക്കാൻ ഈ പാർട്ടികൾക്ക് കഴിയുമോ? കഴിയത്തില്ല. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളും അങ്ങ് CPM ഏറ്റെടുക്കും. എന്നിട്ട് ഇവരെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഏതെങ്കിലും ഇടം കൊടുക്കും. അതായത് ഒരു ചാവേറാക്കാൻ തക്കവണ്ണമുള്ള ഇടം അങ്ങ് കൊടുക്കും, തോൽക്കാൻ വേണ്ടിയുള്ള ഒരു ഇടം കൊടുക്കും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് തോറ്റുപോകും. പിന്നീട് LDF അധികാരത്തിൽ വരുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അതോടുകൂടി അവരുടെ കാര്യം തീരുകയും ചെയ്യും. ആ ഘടകകക്ഷികൾ അങ്ങ് ഇല്ലാതാകും. പിന്നീട് വരുന്നതാണ് കോൺഗ്രസ് എസ്. കോൺഗ്രസ് എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കടന്നപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് കോൺഗ്രസ് എസ്. അത് കടന്നപ്പള്ളി രാമചന്ദ്രനോട് CPMന് ഒരു പ്രത്യേക ഒരു അനുഭാവവും ആഭിമുഖ്യവും ഒക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് വകുപ്പ് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. രജിസ്ട്രേഷനും പുരാവസ്തു വകുപ്പുമാണ്. ഒരു പുരാവസ്തുവാക്കി മാറ്റിയിരിക്കുകയാണ് അവര് കടന്നപ്പള്ളിയെ തന്നെ. ഈ കടന്നപ്പള്ളിയിൽ പാർട്ടിയിലും ആളൊന്നും ഇല്ല. തമാശയ്ക്ക് പറയാറുണ്ട്, ഈ കടന്നപ്പള്ളി കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് വെച്ചാൽ കടന്നപ്പള്ളി എന്നിട്ട് വേണം മേശയും കസേരയൊക്കെ പിടിച്ചിടാൻ, എന്നിട്ട് വേണം തുടങ്ങേണ്ടത്. അപ്പോൾ കടന്നപ്പള്ളി മാത്രമാണ്. പിന്നെ വരുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ്. അത് ആന്റണി രാജുവാണ്. ഈ ആന്റണി രാജുവിനെ തിരുവനന്തപുരം സെൻട്രലിൽ നിർത്തിയാണ് 2021 മത്സരിപ്പിച്ചത്. എന്തുകൊണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസിനെ കൂടെ നിർത്തിയെന്ന് ചോദിച്ചാല്, ഈ 2016 മുതൽ ഇങ്ങോട്ട് 2021 വരെ
ഈ ആന്റണി രാജു മാധ്യമങ്ങളിൽ സർക്കാരിന് വേണ്ടി ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ആഭിമുഖ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയും ഒരു 2.5 വർഷക്കാലം മന്ത്രിയായിട്ട്, ഗതാഗത മന്ത്രിയായിട്ട് ഇരിക്കുകയും ചെയ്തത്. അടുത്ത തവണയും പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ബാധ്യതയോ ആണെങ്കിൽ ഏതെങ്കിലും തോൽക്കുന്ന ഇടം കൊണ്ടുപോയി അങ്ങ് നിർത്തും. CPM ഇവിടെ തിരുവനന്തപുരം സെൻട്രലിൽ ആരെയെങ്കിലും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യും. അപ്പോൾ ആ പാർട്ടിയുടെ കാര്യവും തീരുമാനമായല്ലോ. പിന്നെ വരുന്നത് കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടി. ഈ കോവൂർ കുഞ്ഞുമോനെ ഇപ്പോഴും വലിയ ഘടകകക്ഷിയായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. കുഞ്ഞുമോൻ എത്ര തവണയായിട്ട് അവിടെ നിന്ന് ജയിച്ചു വരികയാണ്, ഒരു മന്ത്രിസ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല, അകറ്റി നിർത്തിയിരിക്കുകയാണ്. കോവൂർ കുഞ്ഞുമോന്റെ ഇന്ന് മിക്കവാറും ആ സീറ്റ് CPM അങ്ങ് പിടിച്ചെടുക്കും. പിന്നെ INL അത് ഒറ്റയാൾ, അതുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ തോൽക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി നിർത്തും. LDF അധികാരത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇത്രയും പാർട്ടികൾ NCPയും കോൺഗ്രസും ജനാധിപത്യ കേരള കോൺഗ്രസും കോവൂർ കുഞ്ഞുമോന്റെ RSPയും INLും ഇതോടുകൂടി കുഴിവെട്ടി അവരെ മൂടേണ്ട അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. പിന്നെ കേരള കോൺഗ്രസ് B ഉണ്ട്, ഗണേഷ് കുമാർ ഉണ്ട്, ഒറ്റയാളാണ്. പക്ഷെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരം മണ്ഡലം ഗണേഷിന് സുരക്ഷിതമായിട്ടുള്ള ഒരിടമാണ്. ഇനി നമ്മൾ UDFിലേക്ക് വന്നാലോ, അവിടെ നമുക്കറിയാം പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. UDF എന്ന് പറഞ്ഞാൽ തന്നെ ലീഗാണ്. കോൺഗ്രസ് തന്നെ ഭരിക്കുന്നത് തന്നെ ആരാണ്? ലീഗാണ്. ഇനി അവിടെയുമുണ്ട് കുറേയധികം പാർട്ടികളെ. ഇപ്പൊ CMB എന്ന് പറഞ്ഞാൽ CP ജോണിനെ നമുക്ക് ഓർമ്മ വരും. CP ജോണിനെ അവർ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സീറ്റ് കൊടുക്കും. ഒരു 1-2 സീറ്റായിരിക്കും. അതിലൊന്നില് വിജയിപ്പിച്ചെടുത്തിരിക്കും. തിരുവനന്തപുരം സെൻട്രലാണ് ഇക്കുറി പറഞ്ഞിരിക്കുന്നത്. ജയിച്ചു വന്നാൽ CP ജോണ് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത് UDF ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ട RSPയിലേക്ക് വരണം. RSP ഷിബു ബേബി ജോണാണ്. RSP ഒരു നിസാരപ്പെട്ട പാർട്ടിയൊന്നുമല്ല. ഒരു കാലത്ത് വലിയ പ്രതാപത്തോടുകൂടി ഇരുന്ന ഒരു പാർട്ടിയാണ്, ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയാണ്. ബേബി ജോണും TK ദിവാകരനും ബാബു ദിവാകരനും ഒക്കെ RS ഉണ്ണിയും പങ്കജാക്ഷനും ഒരു നീണ്ട നിരയും എത്രയോ സീറ്റുകൾ തന്നെ ഉണ്ടായിരുന്ന RSPക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. അത് ചവറ മുതൽ ചവറ വരെ അവസാനിക്കുകയാണ് ആ പാർട്ടി. പക്ഷെ ഇവർക്ക് പലയിടങ്ങളിൽ UDF കൊണ്ടുകൊടുക്കുന്ന മറ്റ് ചവറ കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കുന്നത് കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുകൊടുക്കും. അവിടെയൊന്നും യാതൊരു തരത്തിലുള്ള വേരോട്ടവും ഇല്ല എന്നുള്ളത് ഓർക്കണം. പക്ഷേ കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ നേടിയിരിക്കുന്നത് RSPയുടെ ഒരു വലിയ മേൽവിലാസമാണ്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ RSPക്ക് ഒരു വലിയ ഇടം, UDFന് ഒരു വലിയ ഇടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ NK പ്രേമേന്ദ്രനാണ്. പ്രേമേന്ദ്രനിലൂടെ അത് പാർട്ടി അത്രത്തോളം കാര്യങ്ങൾ നേടിയിരിക്കുകയാണ്. വളരെ സുരക്ഷിതമായിട്ട് ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് RSP. അപ്പോൾ RSPയെ തീർച്ചയായിട്ടും UDFിലെ ഒരു പ്രധാന ഘടകകക്ഷി തന്നെയാണ്. പിന്നെ കേരള കോൺഗ്രസ് ജോസഫിന് ഇപ്പൊ കടുത്തുരുത്തിയിലും പാലയിലും മാത്രമാണുള്ളത്. ജോസഫ് ഇനി ഇപ്പോൾ മത്സര രംഗത്തേക്കൊന്നും ഉണ്ടാകത്തില്ല. അദ്ദേഹം പാർട്ടിയുടെ ചെയർമാനായിട്ടിരിക്കും. അബു ജോസഫ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം കാര്യങ്ങൾ ശരിയാകുമെന്നുള്ളത് അറിയത്തില്ല. അബു ആയിരിക്കും തൊടുപുഴയിൽ മത്സരിക്കുക. കടുത്തുരുത്തിയിൽ എന്തായാലും മോൻസുമായിരിക്കും മത്സരിക്കുക. കൂടുതൽ സീറ്റുകളൊന്നും കൊടുത്തിട്ടും അവർക്ക് വലിയ കാര്യമൊന്നും നേട്ടമൊന്നും ഉണ്ടാകാൻ കഴിയുമോ എന്ന് പോലും അറിയത്തില്ല. പിന്നീട് സംഭവിക്കുന്നത് ഇതിനകത്ത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമാണ്. ജേക്കബ് വിഭാഗം അത് അവിടെ ഒരാൾ തന്നെയാണ്, അനൂപ് ജേക്കബാണ് അവിടെ നിൽക്കുന്നത്. പിന്നീട് RMB അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് KK രമയാണ്. KK രമയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വടകര മണ്ഡലം അവരുടെ കൈകളിൽ സുരക്ഷിതമാണ്. അവിടെ KK രമയ്ക്ക് വലിയൊരു ജനപിന്തുണ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഒരുപാട് പാർട്ടികൾ ഉണ്ട്. ഈ പ്രവാസി അസോസിയേഷൻ, ഇതൊക്കെ ആരെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഭാരതീയ ജനതാദൾ, KDP, ഫോർവേഡ് ബ്ലോക്കിലെ ആകെയുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ദേവരാജൻ മാത്രമാണ്. ദേശീയ തലത്തിലെ ഒരു വലിയ കക്ഷികളാണ്. പക്ഷെ കേരളത്തില് ഫോർവേഡ് ബ്ലോക്കിനും ഒക്കെ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആരറിയാനാണ് ഇവരെ?
പിന്നെ JSS, എന്തൊക്കെയാണ് JDU, RJD. അപ്പോൾ ഈ ഘടകകക്ഷികളൊക്കെ തന്നെ നോക്കാം. UDF എങ്ങാനും പരാജയത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഘടകകക്ഷികൾ, ലീഗ് ഒഴികെയുള്ള എല്ലാ ഘടകകക്ഷികളും തകർന്ന് തരിപ്പണമാകും. ഈ ഇപ്പുറത്തുള്ളതും. പക്ഷെ അവർക്കൊക്കെ പിന്നീട് ഒരു വഴിയുള്ളത്, ഇവിടെ NDA മുന്നണി വേണ്ട തരത്തിൽ കയറി വരികയാണ്. 5 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ NDA മുന്നണി ശക്തിപ്പെടും. അങ്ങനെ ശക്തിപ്പെടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ രണ്ടിടങ്ങളിലുമുള്ള ഇല്ലാതായി തുടങ്ങുന്ന ഘടകകക്ഷികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ NDA മുന്നണിയിലേക്ക് ചേക്കേറാൻ സാധിക്കും. അങ്ങനെ ചേക്കേറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ പക്ഷത്തും ഉള്ളതുണ്ട്. ഇപ്പൊ കേരള കോൺഗ്രസുകളെ പോലുള്ള പാർട്ടികള് അവർക്ക് ആ ന്യൂനപക്ഷ മുഖത്തെ ഒക്കെ തന്നെ ഉൾക്കൊള്ളാൻ NDAക്ക് സാധിക്കും. എന്തായാലും 2026 ഈ ചെറു ഘടകകക്ഷികൾ ഇല്ലാതാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രധാനപ്പെട്ട പാർട്ടികൾ ഇവരെ വിഴുങ്ങുകയും ചെയ്യും.